നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമീണ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. തളിക്കുളം 14-ാം വാർഡിൽ SSLC +2 പരീക്ഷകളിൽ ഉപരിപഠനത്തിന് അർഹത നേടിയവർക്ക് മഹാത്മാഗാന്ധി വിദ്യാഭ്യാസ പുരസ്കാരം നൽകി അനുമോദിച്ചു. വിവിധ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ നൽകി TN പ്രതാപൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ സുമന ജോഷി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഹബൂബ്, കോൺഗ്രസ് തളിക്കുളം മണ്ഡലം പ്രസിഡന്റ് PS സുൽഫിക്ക, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി PM അമീറുദ്ദീൻ ഷാ എന്നിവർ സംസാരിച്ചു. കുടുംബ ബന്ധങ്ങളുടെ മഹത്വം മനുഷ്യൻ തിരിച്ചറിയണമെന്ന ബാപ്പു വലപ്പാട്. മക്കൾക്ക് മാതൃകകൾ കണ്ടുവളരാൻ മാതാപിതാക്കളുടെ ജീവിത വിശുദ്ധി കാരണമാകണമെന്നും കുടുംബ ബന്ധങ്ങളുടെ മഹത്വം സ്വയം തിരിച്ചറിഞ്ഞ മനുഷ്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ബാപ്പു വലപ്പാട് അഭിപ്രായപ്പെട്ടു. എടതിരുത്തിയിൽ സംഘടിപ്പിച്ച സ്നേഹസംഗമം കൂട്ടുകുടുംബ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം കയ്പമംഗലം സർക്കിൾ ഇൻസ്പെക്ടർ M ഷാജഹാൻ നിർവഹിച്ചു. സംഗമം പ്രസിഡന്റ് ഉഷ ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു. RI സഖറിയ, ഷൈജൻ ശ്രീവത്സം, അബ്ദുൽ അസീസ് തളിക്കുളം, വസന്തകുമാരി, വി വിജയൻ, ഉമർ പഴുവിൽ, അബ്ദുൾ റഹ്മാൻ ചേർപ്പ്, സുധിനി സുശീൽ, സുകുമാരൻ വെള്ളാഞ്ചേരി, സിന്ധുജ സുനേഷ് എന്നിവർ സംസാരിച്ചു. ടാസ്ക് തളിക്കുളം മെയ് 5 മുതൽ 12 വരെ സംഘടിപ്പിച്ച ചെക്കു മെമ്മോറിയൽ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനലിൽ തളിക്കുളം കാളിദാസ FCയെ പരാജയപ്പെടുത്തി പ്ലേ ബോയ്സ് തൃശൂർ ചാമ്പ്യന്മാരായി. ഫൈനൽ മത്സരത്തിൽ കാളിദാസയെ 1-3 ഗോളുകൾക്കാണ് പ്ലേ ബോയ്സ് പരാജയപ്പെടുത്തിയത്. അണ്ടർ 60 വിഭാഗത്തിൽ ബ്ലൂ മൂൺ സ്പോർട്ടിംഗ് FC ചാമ്പ്യന്മാരും ഒഹാര FC ബ്ലൂ മാജിക് റണ്ണേഴ്സ് അപ്പുമായി. നാട്ടിക MLA CC മുകുന്ദൻ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. ക്ലബ് സെക്രട്ടറി പ്രണവ് OA, സുബിൻ നാസർ, ടൂർണമെന്റ് ചെയർമാൻ പ്രണവ് IP എന്നിവർ സംസാരിച്ചു. പുതുതായി നിർമ്മിച്ച VK വാസു സ്മാരക CPI അന്തിക്കാട് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് വൈകിട്ട് 5-ന് നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യുമെന്ന് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ CK കൃഷ്ണകുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പടിയം വില്ലേജ് ഓഫീസിന് സമീപം പാർട്ടി സ്വന്തമായി വാങ്ങിയ 4.5 സെന്റ് സ്ഥലത്ത് 22 ലക്ഷം രൂപ ചെലവഴിച്ച 2 നിലകളിലായി 1200 ചതുരശ്ര അടിയിലാണ് ഓഫീസ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ നിലയിൽ സജ്ജീകരിച്ച VK ദാമോദരൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി K രാജനും VR മാധവൻ ജനസേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം CPI ദേശീയ കൗൺസിൽ അംഗം KP രാജേന്ദ്രൻ നിർവഹിക്കും. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചവരെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ ചടങ്ങിൽ ആദരിക്കും. മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ അധ്യക്ഷനാകും. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, MLA മാരായ CC മുകുന്ദൻ, P ബാലചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉൾപ്പെടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. അന്തിക്കാട് ചടയമുറിയിൽ നിന്നും വൈകിട്ട് 4-ന് തുടങ്ങുന്ന പ്രകടനത്തോടെയാണ് ഉദ്ഘാടന പരിപാടികൾ തുടങ്ങുക. കൺവീനർ KK പ്രദീപ് കുമാർ, നാട്ടിക മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി KM കിഷോർ കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃപ്രയാർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ച കൊച്ചി ഐ ഫൗണ്ടേഷനുമായി സഹകരിച്ച് നടത്തിവരാറുള്ള മെഡിക്കൽ ക്യാമ്പ് നടന്നു. നിരവധി പേർ പങ്കെടുത്ത ക്യാമ്പിൽ നിന്ന് 51 പേരെ സർജറിക്കായി കൊണ്ടുപോയി. ക്യാമ്പിന് ലയൺസ് ക്ലബ് പ്രസിഡന്റ് ആന്റണി സേവിയർ, സെക്രട്ടറി KK രാമചന്ദ്രൻ, ട്രഷറർ രൂപലേഖ രഘു, ബിന്ദു സുരേന്ദ്രൻ, KR പ്രതാപൻ, NM സുരേഷ്, രഘു പുളിക്കൽ, സാനി ജോസഫ്, ജീജ വ്യാസബാബു, സോജ രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. 46ാമത്തെ ഐ ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 10-ആയിട്ടുള്ള സമയം ഇതിനകം ഒരു 70 മെമ്പേഴ്സ് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ഒരു 100 മെമ്പേഴ്സ് ചുരുങ്ങിയത് ഉണ്ടാവാറുണ്ട്. 50 പേരെ നമ്മൾ ഓപ്പറേഷൻ കൊണ്ടുപോകാറുണ്ട്. ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിലേക്കാണ്, കൊച്ചിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. വളരെ ഭംഗിയായി നടന്നു പോകുന്നത്. നമസ്കാരം. നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി തൃപ്രയാർ ക്ഷേത്രം റോഡിൽ ദേശീയപാത അധികൃതർ അശാസ്ത്രീയമായ കാന നിർമ്മാണത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. കാന നിർമ്മാണത്തിനായി 2 മാസത്തോളമായി റോഡിൽ ഉണ്ടാക്കിയ വലിയ കുഴികൾ ഇരുചക്ര വാഹനങ്ങൾക്കും യാത്രക്കാർക്കും വലിയ അപകടവും ഗതാഗത തടസ്സവുമാണ് ദേശീയപാത അധികൃതർ ഉണ്ടാക്കിവെച്ചിരിക്കുന്നത്. കൂടാതെ അശാസ്ത്രീയമായ കാന നിർമ്മാണം മൂലം പല വീടുകളിലും തൃപ്രയാറിലെ വ്യാപാര സ്ഥാപനങ്ങളിലും ചെറിയ മഴ പെയ്തപ്പോൾ വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. പഞ്ചായത്തോ ബന്ധപ്പെട്ട അധികാരികളോ ഇതിനുവേണ്ട നടപടികളും സ്വീകരിക്കുന്നില്ല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകി സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കാൻ ദേശീയപാത അധികൃതർ തയ്യാറാക്കണമെന്നും അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിയുടെ ഓഫീസിന് മുൻപിൽ കോൺഗ്രസ് കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന്
സമരം ഉദ്ഘാടനം ചെയ്ത DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, CS മണികണ്ഠൻ, TV ഷൈൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PC ജയപാലൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പനിക്കൽ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഹെന ബിനീഷ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജീന പത്മനാഭൻ, മണ്ഡലം ഭാരവാഹികളായ ഹരിലാൽ AB, PV സഹായദേവൻ എന്നിവർ സംസാരിച്ചു. ഇതോടുകൂടി ഗ്രാമീയ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.